ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയുടെ അരികിലേക്ക് സച്ചിയും രേവതി എത്തിയിരിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ എന്തിനാണ് അവിടെ നിന്ന് പോകുന്നത്? നീ അതേ നിനക്ക് വേണ്ടിയല്ലേ ഫംഗ്ഷന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത്, എന്നിട്ട് നീ ലേറ്റായി കഴിഞ്ഞാൽ എല്ലാവർക്കും ടെൻഷൻ ആവൂലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് ചെയ്ത പണി കണ്ടില്ലേ? അവൻ എന്തിനാ അങ്ങനെ ഒരു പരിപാടി ചെയ്തതെന്ന് വർഷയും ചോദിക്കുകയാണ്. എടി അതെ വർഷേ, നീ ആ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ദേ ആ അവിടുത്തെ എം ഡിക്ക് അങ്ങനൊരു വീഴ്ച സംഭവിച്ചപ്പോഴാണ് ശ്രീകാന്ത് എടുത്തുകൊണ്ട് പോയത്. നീ പോയതിന് ശേഷവും പ്രിയയെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷമാണ് ശ്രീകാന്ത് ഫംഗ്ഷനിലേക്ക് വന്നത്. നീ എന്തത് മനസ്സിലാക്കാത്തത്? അല്ലാതെ നിന്നോട് തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിനക്കെന്താ ശ്രീകാന്തിനെ അത്രയ്ക്കും വിശ്വാസമില്ലേ? അതല്ല ചേച്ചി, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പോലും പറ്റിയില്ല ചേച്ചി എന്ന് പറയാം. അപ്പോൾ എടുത്ത വായിക്കും സച്ചിയാണെങ്കിൽ നിനക്കൊരു കാര്യം ഓരോ വർഷേ, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പാവത്താൻ അത് ശ്രീകാന്ത് തന്നെയാ. അവനെ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ പറയുന്നത് എന്താണോ അതനുസരിച്ച് മാത്രമേ ശ്രീകാന്ത് ജീവിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനും ആ ഓട്ടക്കാരനും മാത്രമേ ആ കുടുംബത്തിൽ ഓരോരോ തെറ്റുകൾ ചെയ്ത് ആവർത്തിച്ചിട്ടുള്ളൂ. പക്ഷെ ശ്രീകാന്ത് അങ്ങനെയല്ല, അനുസരണയുള്ള മകൻ തന്നെയായിരുന്നു. ഒരനുസരണക്കേട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സ്നേഹിച്ച പെണ്ണ്, അതായത് നിന്നെ അവൻ ആരോടും ചോദിക്കാതെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. ആ ഒരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. വേറൊരു തെറ്റും അവൻ ഇന്നേ വരെ ആ വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അവനെക്കുറിച്ച് ആരും മോശ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. അവനെയാണ്, ആ പാവം ശ്രീകാന്തിനെയാണ് നീ സംശയിച്ചത് വർഷേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷ ഇരുന്ന് ഇങ്ങനെ കരയാണ്. ദൈവമേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സോറി ചേച്ചി, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് ശ്രീകാന്തിന് വിശ്വാസമാണ്. അവൻ എന്നെ ചീറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അന്ന് ആ സമയത്ത് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുവേ എനിക്കാകെ രക്തം എടുത്ത് തിളയ്ക്കുന്നത് പോലെയാ. അന്നേരം ഞാനൊന്നും ആലോചിച്ചില്ല. എന്നിട്ട് ശ്രീകാന്തിന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നല്ലോ എന്താ സംഭവിച്ചതെന്ന്. അത് ശരി, ശ്രീകാന്ത് നിന്നോട് പറയാൻ അത് പറയാൻ നീ നിന്നു കൊടുത്തിട്ട് വേണ്ടേ? നീ ഒറ്റ പോക്കല്ലേ പോയത്? പിന്നെ നിന്നെ ഞങ്ങൾ ഇവിടെ കണ്ടെത്തി. അത് പിന്നെ ചേച്ചി, എനിക്ക് ആ ഒരു സങ്കടം കൊണ്ട് ഞാൻ ശ്രീകാന്തിനെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നത്. എന്നിട്ട് ഇപ്പം എന്തായി? ശ്രീകാന്ത് അവിടെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത് കണ്ടില്ലേ നീയാ? അവിടെ ഇപ്പം ഞങ്ങളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തായി വർഷയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അവിടെ നിന്നെ കാണാതിരുന്ന് കഴിഞ്ഞാൽ ശ്രീകാന്തിന് അത് മോശപ്പേരല്ലേ? അപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. ദേ ചേച്ചി, ഞാൻ ഇപ്പം തന്നെ റെഡി ആയിട്ട് അങ്ങോട്ട് വരും. ആണല്ലേ? എങ്കിൽ പിന്നെ ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് പറയട്ടെ? ചേച്ചി പറയണ്ട, ശ്രീകാന്തിനെ വിളിച്ച് പറയണ്ടേ ചേച്ചി. ഞാൻ അവിടെ ചെല്ലുമ്പോഴേ ശ്രീകാന്തിന് ഒരു സർപ്രൈസ് ആവട്ടെ. അതുകൊണ്ട് ഇപ്പോൾ വിളിച്ച് പറയണ്ടെന്നും പറയാണ്. ഇവളുടെ ഒരു കാര്യം ശരി, എങ്കിൽ വാ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി കയറി പോവാണ്. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ഫോൺ എടുക്കില്ലല്ലോ. വല്ലാത്ത ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ ആ സുധിയുടെ കൂട്ടുകാരൻ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുക. മധുവിൻ്റെ ശബ്ദം, മോഹൻലാലിൻ്റെ ശബ്ദം, അങ്ങനെ കുറേ സിനിമാ നടന്മാരുടെയൊക്കെ ശബ്ദം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും മിമിക്രി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. ഇത് കണ്ട സുധിയാണെങ്കിൽ, അല്ല എൻ്റെ കൂട്ടുകാരൻ നന്നായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ടല്ലേ, ഷോ എന്ത് പെർഫോമൻസ് ആണ്. അല്ല ഞാൻ ആലോചിക്കുക ശ്രുതി, ഞാനും ഇതേപോലെ മിമിക്രി പഠിക്കാൻ പോയാലോ എന്ന്. എന്നിട്ട് സ്റ്റേജിൽ കയറി മിമിക്രി അങ്ങോട്ട് അവതരിപ്പിച്ചാലോ? ബെസ്റ്റായിരിക്കും, അടിപൊളിയായിരിക്കും. എങ്കിലേ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്താൽ മതി. അതായത് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ശ്രുതിയുടെ അച്ഛനും അതേപോലെ തന്നെ അമ്മയും. ശ്രുതി വേണ്ട, എൻ്റെ അച്ഛനും അമ്മയും തൊട്ട് കളിക്കണ്ട എന്ന് ശ്രുതിക്കൊരു വാണിങ്ങും കൊടുക്കുകയാണ് അവിടെ ശ്രുതി. അപ്പോൾ ശ്രുതി ഒന്ന് അവിടെ നിന്ന് വായടക്കി. അങ്ങനെ നമ്മുടെ അച്ഛമ്മയും അതേപോലെ തന്നെ രവിയും കൂടി ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ എവിടെ വർഷ? ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് ഇത് കുറേ നേരമായി. ഇതുവരെയായിട്ടും വർഷ ഇങ്ങോട്ട് എത്തിയിട്ട് പോലുമില്ല. വർഷ എവിടെയാടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛമ്മ ഇപ്പം വരും അച്ഛാ, ഇപ്പം വരും വർഷ. അവള് ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡിങ്ങിന് പോയേക്കാ, ചിലപ്പോൾ എന്തെങ്കിലും തിരക്ക് കാണുവേ, ഇപ്പം വരുമായിരിക്കും എന്ന് പറയണം. ശ്രീകാന്തേ, ഇനിയും ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്തിനാണ് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മണ്ടന്മാരൊന്നും അല്ല ഞങ്ങൾ.
സമയം പോകാൻ വേണ്ടിയാണ് ഇവരെ ഓരോരുത്തരെയും കൊണ്ട് നീ പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നത്. എടാ ശ്രീകാന്ത്, എന്താടാ പ്രശ്നം? എടാ നിനക്ക് എന്താ സംഭവിച്ചത്? എടാ വർഷ എവിടെടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ സച്ചിയും രേവതിയും. അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ അവർ വന്നല്ലോ. ഹേ സന്തോഷം, എൻ്റെ പൊന്നുമക്കൾ, നിങ്ങളത് എവിടെയായിരുന്നു? എത്ര നേരം വർഷ എവിടെ? അപ്പോൾ ദാ വരുന്നു വർഷ, നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല മിടുക്കിയായിട്ട് വന്നിരിക്കുക. വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ കണ്ണുകളൊക്കെ നിന്ന് ശ്രീകാന്തിന് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും ഒക്കെ സന്തോഷം കൊണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കുക. ദേ വർഷ വന്നല്ല എന്നും പറയണം. മോളെ നീ ഇത് എവിടെയായിരുന്നു മോളെ എന്ന് ചോദിക്കുക അച്ഛനും അമ്മയും. ചോദിച്ചപ്പോഴേക്കും അതെ, എനിക്ക് കുറച്ച് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇത് എൻ്റെ ഫംഗ്ഷൻ ആണല്ലോ, പിന്നെ ഈ കോസ്റ്റ്യൂം ഇല്ലേ, ആ കോസ്റ്റ്യൂം ഞാനൊരാളുടെ അടുത്ത് ചെയ്യിക്കാൻ കൊടുത്ത് ഇരിക്കുകയായിരുന്നല്ലോ, അവർ ചെയ്യിക്കാനായിട്ട് വൈകി, അപ്പോൾ അതിനും ലേറ്റായി. പിന്നെ ഇതെൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാനിത്തിരി സുന്ദരിയായിട്ടൊക്കെ വരണ്ടേ, അപ്പോൾ അതിനും കുറേ ടൈം എടുത്തു. ഞാൻ കാരണം ഇത്രയും ലേറ്റായല്ലേ, സാരമില്ല, നമുക്കിപ്പോൾ തന്നെ ഫംഗ്ഷൻ തുടങ്ങിക്കളഞ്ഞേക്കാം അല്ലേ ശ്രീകാന്തേ, എങ്കിൽ വാ ശ്രീകാന്തേ എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ വർഷം അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ സച്ചിയോട് പറയണം, സച്ചിയേട്ടാ ഒരുപാട് നന്ദിയുണ്ട് സച്ചിയേട്ടാ, വർഷ ഇത് എവിടെ നിന്ന് കണ്ടെത്തി? സച്ചിയേട്ടൻ നല്ല പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ, പിന്നെ അല്ലാതെ ഞാനല്ലേ നിന്നോട് വാക്ക് പറഞ്ഞത്, അപ്പം അത് പാലിക്കാതിരിക്കാനായിട്ട് കഴിയോ ശ്രീകാന്തേ എന്ന് പറയുമ്പോൾ സച്ചിയെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. ഒരുപാട് സന്തോഷമായി സച്ചിയേട്ടാ, അല്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സച്ചിയേട്ടൻ ചെയ്ത് തന്നിട്ടേ ഉള്ളൂ, ഞാൻ ഒരിക്കലും മറക്കില്ല സച്ചിയേട്ടാ. എടാ നിൻ്റെ സന്തോഷമല്ലേടാ ഞങ്ങളുടെ സന്തോഷം, ഈ ഒരു ഫംഗ്ഷന് നല്ല രീതിയിൽ നടത്തണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് വർഷയെ കൊണ്ട്. എന്നാലും വർഷ എവിടെ നിന്ന് കണ്ടെത്തി? അതൊക്കെ പിന്നെ പറയാതെ ഫംഗ്ഷൻ കഴിയട്ടെ, അതിന് ശേഷം ആകാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും നേരെ സ്റ്റേജിലേക്ക് കയറുകയാണ്. കേക്കൊക്കെ ഇങ്ങനെ മുറിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കേക്കെല്ലാം ഇങ്ങനെ മുറിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ശ്രീകാന്ത് ഒന്ന് പ്രസംഗിക്കണമല്ലോ. അതിനുശേഷം എനിക്ക് ഈ കുടുംബത്തിലെ ഏറ്റവും കടപ്പെട്ടത് എൻ്റെ സച്ചിയേട്ടനോടും അതേപോലെ തന്നെ രേവതിയേട്ടത്തിയോടാണ്. സച്ചിയേട്ടൻ ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഏത് കാര്യങ്ങളും സച്ചിയേട്ടൻ സാധിച്ചു തരും. ഞാൻ എന്ത് പറയുന്നോ അത് കൊണ്ടുവരാതെ സച്ചിയേട്ടൻ ഒരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് കടുംപിടുത്തമൊക്കെ ഉണ്ട്, പക്ഷേ ആളുടെ മനസ്സ് നല്ല ശുദ്ധമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയാണ് സച്ചിക്ക്. അതേപോലെ തന്നെ രേവതിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങളെല്ലാം പറയാണ്. രേവതിയെടുത്തി കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടാനുള്ള കാരണം. ഇപ്പോൾ 1 വർഷമായി. ഈ 1 വർഷം എങ്ങനെ പോയെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അന്ന് ഒരു കപ്പിൾസ് ഇതിൽ ഞങ്ങൾ പങ്കെടുത്തായിരുന്നു. ആ സമയത്തും സച്ചിയേട്ടനും രേവതിയേട്ടത്തിയാണ് അതിൽ വിജയിച്ചത്. ഞങ്ങൾക്ക് ആ വിജയം നേടാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ അപ്പോൾ അവിടെ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. അപ്പം അതിനർത്ഥം എന്താ? ഞങ്ങളിപ്പോഴും പ്രണയിക്കുന്നവരല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്ന ജോഡികൾ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയാ. ഇവരുടെ ഓരോരോ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷെ സച്ചിയെയും രേവതിയെയും പറയുന്നത് ചന്ദ്രയ്ക്കോ അല്ലെങ്കിൽ വർഷയുടെ അച്ഛനും അമ്മയ്ക്കൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഭയങ്കര കല്ലേടിയായിട്ട് തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ അമ്മയ്ക്ക് മേടിക്കുകയാണ്. ഇതേപോലെ തന്നെ വർഷയും രേവതിയെ ഒരുപാട് അങ്ങോട്ട് പുകഴ്ത്തി പറയാണ്. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ രേവതി ചേച്ചിയെ കാണുന്നത്. ഇതേപോലൊരു സ്നേഹം, നിഷ്കളങ്കത, ഒരു ഇന്നസെൻ്റ് ആണ് എന്നൊക്കെ പറയാം. പക്ഷേ സച്ചിയേട്ടൻ എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമേ അല്ലായിരുന്നു, ഭയങ്കര വെറുപ്പായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അരിശമായിരുന്നു സച്ചിയേട്ടനെ. ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു സച്ചിയേട്ടനെ. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കണേ, ഇപ്പോഴോ? ഇപ്പൊക്കെ കുറേയൊക്കെ മാറ്റമുണ്ട്, ഇപ്പോൾ ഇഷ്ടത്തിന് കുറവൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ തീരെ ഒരു പേടി പോലും ഇല്ലല്ലോ വർഷേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സച്ചിയേട്ടനെ ശരിക്കും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമല്ലേ ഉള്ളൂ, എല്ലാവരും സ്നേഹിക്കാനുള്ളൊരു കഴിവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ രേവതി ചേച്ചിയെ നല്ലൊരു അടിപൊളി ജോഡി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്കും ഒന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സച്ചിയേട്ടനോടും രേവതിയേട്ടത്തിയോടും എനിക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ അങ്കിളെ ആൻറ്റിയെക്കുറിച്ച് അവർ നല്ല ഫണ്ണാണ് കേട്ടോ. ആൻറ്റി ആണെങ്കിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റാണ്. പിന്നെ അങ്കിൾ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. എനിക്ക് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുതരും, എന്നെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരും എന്നൊക്കെ ഇങ്ങനെ വർഷയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷയുടെ അച്ഛനമ്മയ്ക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും ബാക്കിയുള്ളവരെല്ലാം അവരോട് നന്ദി പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, അതേ കേക്കൊന്ന് മുറിക്കോ,
ദേ ഞങ്ങൾ കുറേ നേരമായി വിശന്നിരിക്കുന്നു. ഇത് കേട്ട വർഷയാണെങ്കിൽ കേട്ടോ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേക്ക് മുറിക്കാം. അങ്ങനെ കേക്ക് മുറിച്ച് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ കവളിലും ശ്രീകാന്ത് വർഷയുടെ നെറ്റിയിലും ഒക്കെ ചുംബനം കൊടുക്കുകയാണ്. അവർക്കും എല്ലാവർക്കും വളരെ സന്തോഷം തോന്നിക്കണം. അങ്ങനെ അവിടെ ഒരു ഫംഗ്ഷൻ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ അച്ഛമ്മയും അതേപോലെ തന്നെ ഇതും കൂടി സംസാരിക്കുകയാണ്, ഈ രവിയും കൂടി സംസാരിക്കുകയാണ്. എന്തായാലും അമ്മ കുറച്ചും കൂടി കേക്ക് കഴിക്കുക. വേണ്ട, എനിക്ക് മതിയായി, ഞാനിപ്പോൾ തന്നെ കുറേ ഓവറായി, ഷുഗറും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങുവേ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇപ്പം തന്നെ തൽക്കാലം അസുഖമൊന്നുമില്ല, ഇനിയിപ്പോൾ ഇത് വരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലടാ എന്നൊക്കെ ഇങ്ങനെ. ഏതായാലും അമ്മേ ഫംഗ്ഷനിലാണ് അടിപൊളിയായിട്ടുണ്ടല്ലേ, കുറച്ച് വൈകിയാണെങ്കിൽ നടന്നെങ്കിലും പിള്ളേരുടെയൊക്കെ ഡാൻസൊക്കെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നാൽ ഈ വർഷയുടെ അച്ഛൻ പറയാണ്, എന്താണ് ഫംഗ്ഷനെല്ലാം അടിപൊളിയായിരുന്നു അല്ലേ, പിന്നെ അല്ലാതെ വർഷ കുറച്ച് വരാൻ താമസിച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ല എന്താണ് ഗിഫ്റ്റ് കൊടുത്തത്, സോപ്പ് പെട്ടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ? ഇത് കേട്ട അച്ചമ്മയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വർഷയുടെ അച്ഛൻ പറയുന്നത്, ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നറിയാവോ, ഡയമണ്ട്, ഞാൻ കൊടുത്തതേ ഡയമണ്ട് ആണെന്ന് പറയാം. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾക്കൊരു ഫോൺ കോൾ വരുന്നത്. രവിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സങ്കടം തോന്നി. അമ്മേ ഞാൻ അങ്ങോട്ട് ചെല്ലടാ, നീ ചെല്ല് ഇത് പറഞ്ഞുകൊണ്ട് രവിയെ പറഞ്ഞു കൊടുക്കുക. ഇയാൾ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ 2 വിരലും ഇങ്ങനെ പെരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, പെരട്ടി കുത്താൻ വേണ്ടി തന്നെ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ, ബൈ.